ഹായ്, വെൽക്കം ടു മൈ ചാനൽ മൈ ഡയറീസ്. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. ഇന്ന് നമുക്കൊരു ഈസി തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. ഇതിലോട്ട് ഒരു ഹാഫ് സവാള ആഡ് ചെയ്യാം. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളതും പിന്നെ കുറച്ച് മസാലയിലേക്ക് ആഡ് ചെയ്യാനുള്ളതുമാണ് കേട്ടോ. നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ആവശ്യത്തിനുള്ള കാഷ്യൂസ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ പാനിൽ ആവശ്യത്തിനുള്ള 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യാം. ഇത് നമുക്ക് മസാല ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 വലിയ സവാള ആഡ് ചെയ്യാം. നന്നായി വഴറ്റി കൊടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 1 kg ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. നന്നായി ക്ലീൻ ചെയ്ത് ചിക്കൻ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യാം. ഞാനിതിലൊരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 കപ്പ് തൈരും കൂടെ ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു വലിയ തക്കാളി ആഡ് ചെയ്യാം. നന്നായി പഴുത്ത തക്കാളിയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. അതിനുശേഷം തുറന്ന് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഇനി ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് റോയൽ മാർക്കി പ്രീമിയം തലശ്ശേരി ബിരിയാണി മസാലയാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനൊരു പാത്രത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള സവാള ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം.
നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ആവശ്യമുള്ള അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അരി നന്നായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം റെഡിയാക്കാം. ഇതിന് മറ്റൊരു പാത്രത്തിൽ നമുക്ക് മസാല ആഡ് ചെയ്ത് അതിലോട്ട് റൈസ് കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി വന്ന സവോളയും കാഷ്യൂസും ആഡ് ചെയ്യാം. ഞാനിവിടെ കളറിന് വേണ്ടി കുറച്ച് പാലും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതേപോലെ എല്ലാ ലെയറും ചെയ്തെടുക്കുക. ഇനി നമുക്ക് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നെയ്യും ഗരം മസാല കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കൊരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് അടച്ചു വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ദം വെക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.